ഞായറാഴ്ച ദിവസം മികച്ച കളക്ഷൻ സ്വന്തമാക്കി സൂര്യ കേന്ദ്ര കഥാപാത്രമെത്തിയ റെട്രോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ സാധാരണ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാവുന്ന റെട്രോ എന്ന് പറയുന്ന തമിഴ് സിനിമയുടെ 4 ദിവസമായിട്ടുള്ള ഇന്നലെ ഞായറാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സൂര്യ കേന്ദ്ര കഥാപാത്രമാക്കി കാർത്തിക് സുബ്ബരാജ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു റെട്രോ എന്ന് പറയുന്ന സിനിമ. വമ്പൻ താരനിരയിലെത്തിയ ചിത്രം സൂര്യയുടെ കരിയറിൽ ഒരു തിരിച്ചുവരവായിട്ട് മാറുകയാണ്. ആദ്യ ഭാഗം മികച്ചതാക്കി ഒരുക്കിയപ്പോൾ സെക്കൻഡ് ഹാഫിൽ അത്രയ്ക്കും ഒരു തിരക്കഥയുടെ പോരായ്മ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചിത്രം മികച്ച കളക്ഷൻ തന്നെയാണ് ഞായറാഴ്ച ദിവസം സ്വന്തമാക്കുന്നത്. ആദ്യ 3 ദിവസം ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ചിത്രം 60 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 4ാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഞായറാഴ്ച ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 10 കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം 15 കോടിക്ക് അടുത്തുള്ള തുക കണ്ടെത്തിയിട്ടുണ്ട്. ചിത്രത്തിന്റെ അങ്ങനെ ആദ്യ 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഏകദേശം 75 കോടി രൂപയോളമാണ് ചിത്രം ഇതിനോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിന് ലഭിച്ച അതേ പ്രതികരണം 2ാം ഭാഗത്തിന് സെക്കൻഡ് ഹാഫിന് ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിത്രം ഇതിനോടൊപ്പം തന്നെ അജിത്തിന് ഗുഡ് ബാഡ് ഉംഗ്ലി എന്ന് പറയുന്ന സിനിമ ലഭിച്ചതുപോലെ തന്നെ കരിയറിലെ ഏറ്റവും വലിയ വിജയത്തിലോട്ട് നീങ്ങിയെന്നും സിനിമാ പ്രേമികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ എത്രത്തോളം വലിയ തുകകൾ തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന അറിയാൻ വേണ്ടി. അപ്പോൾ സൂര്യ ചിത്രം റെട്രോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക. അതോടൊപ്പം ഈ ഒരു സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്ര കോടി രൂപ വരെ സ്വന്തമാക്കുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതോടെ കമന്റ് ബോക്സിൽ പോകുക.